പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിലേ സമയമെടുത്തിട്ടുള്ളൂ. പ്രൊഫഷണൽ ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരുപാട് റെഡി ടു യൂസ് ടെംപ്ലേറ്റ്സും ഗ്രാഫിക്സും ഫോൺസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹായ് ഓൾ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ ആയിട്ട് എൻ്റെ ഫാമിലി ഫോട്ടോ യൂസ് ചെയ്ത് ഞാനൊരു പോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. സോ ഇതാണ് ആ ഒരു പോസ്റ്റ്. ഈ പോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിലേ സമയമെടുത്തിട്ടുള്ളൂ. സോ ആ സമയത്ത് എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തുവിടാമെന്ന്. കാരണം ഇത് സിമ്പിളായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഇപ്പോൾ നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ആണെങ്കിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ആരുടെങ്കിലും ബർത്ത്ഡേ, ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഒരു പോസ്റ്റ് റെഡിയാക്കാനായിട്ട് ആരുടെടുത്തെങ്കിലും പറയുന്നത് എനിക്കിതൊന്ന് ചെയ്തു തരുമെന്ന്. എന്തിന് ഒന്നും അറിയാത്ത എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് പറയാറുണ്ട് എനിക്ക് പോസ്റ്റൊന്ന് എന്തെങ്കിലും പോസ്റ്റോ ഒക്കെ ഒന്ന് ചെയ്തു തരുമെന്ന്. സോ ഫ്രീ ആവുന്ന സമയത്തും ചെയ്തു കൊടുക്കാറുണ്ട്, ചില സമയത്ത് നമുക്ക് ചെയ്തു കൊടുക്കാനും പറ്റാറില്ല. സോ അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഒരു പോസ്റ്റ് റെഡിയാക്കാൻ കുറച്ച് സമയം വേണ്ടുള്ളൂ. സോ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ പോസ്റ്റ് ചെയ്തതെന്ന് അറിയണ്ടേ. ഇത് ഫോട്ടോഷോപ്പോ ഇലിസ്ട്രേറ്റർ പോലെയുള്ള പ്രൊഫഷണൽ ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് ക്യാൻവ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ക്യാൻവയെ കുറിച്ച് അറിയുന്നുണ്ടാവും, ക്യാൻവ യൂസ് ചെയ്യുന്നവരുണ്ടാവും. സോ ഈ വീഡിയോ മോസ്റ്റ്ലി ഞാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻവ എന്താണെന്ന് അറിയാത്തവർക്കും അതുപോലെ തന്നെ ക്യാൻവ എന്താണെന്ന് അറിയാം പക്ഷേ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ അറിയുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യുക, അറിയാത്തവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇനി ക്യാൻവ എന്ന് പറയുന്നത് ഒരു യൂസർ ഫ്രണ്ട്ലി ഗ്രാഫിക് ഡിസൈനിങ് പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഫോട്ടോഷോപ്പും ഇലിസ്ട്രേറ്ററും ഒക്കെ പോലെ വലിയ ടെക്നിക്കൽ നോളജും ഒന്നും ആവശ്യമില്ല നമുക്ക് ക്യാൻവ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ക്യാൻവ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റും പ്രസൻറ്റേഷൻസും അതുപോലെ തന്നെ ലോഗോ, ഇൻവിറ്റേഷൻ പോലെ ഒരുപാട് സംഭവങ്ങൾ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ക്യാൻവയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് റെഡി ടു യൂസ് ടെംപ്ലേറ്റ്സും ഗ്രാഫിക്സും ഫോൺസും ഒക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഏത് സ്പെഷ്യൽ ഡേയ്സ് ആണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ബർത്ത്ഡേ, ആനിവേഴ്സറി, അതുപോലെ ഫെസ്റ്റിവൽസ് ലൈക്ക് ദീപാവലി, ഓണം, അങ്ങനെ ഏത് ഫെസ്റ്റിവൽ ആണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ക്യാൻവയിൽ. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമനുസരിച്ച് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഫോൺസും നമുക്ക് സെലക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രൊഫഷണൽ ഡിസൈനേഴ്സൊക്കെ ചെയ്യുന്ന പോലെ ഒരു സ്ക്രാച്ചിൽ നിന്ന് നിങ്ങൾക്കൊരു ഡിസൈൻ കണ്ടെത്തി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് ചിലപ്പോൾ അതിനുള്ള ഐഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ക്യാൻവയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഒക്കെ അവൈലബിൾ ആണെന്ന്. സോ ഈ ഡിഫറെൻറ്റ് ടെംപ്ലേറ്റ്സും ഫോൺസും ഡിസൈനും ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് കണ്ടൻറ്റാണ് ഉദ്ദേശിക്കുന്നത് അത് അതിൽ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പോസ്റ്റോ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. സോ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ് ക്യാൻവ യൂസ് ചെയ്യാനായിട്ട്. നമുക്കിപ്പോൾ ഈസിലി നമ്മുടെ ഫോണിൽ തന്നെ ക്യാൻവയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ലാപ്പിൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യണമെങ്കിൽ ബ്രൗസ് ചെയ്യാം, അതിലും ആപ്പ് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇത്രയും ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ സീറോ കോസ്റ്റിൽ, അതായത് ആരുടെ അടുത്തും നമുക്ക് ഇപ്പോൾ അറിയാം നമുക്ക് എന്തെങ്കിലും ഡിസൈൻസും ഇപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റും ഒക്കെ ചെയ്യാനായിട്ട് വളരെ കോസ്റ്റ്ലിയാണ്. നമ്മളിപ്പോൾ ആരെങ്കിലും ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഹയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. സോ സീറോ കോസ്റ്റിൽ നമുക്ക് ഇഷ്ടമുള്ള പോസ്റ്റും കാര്യങ്ങളും നമുക്ക് റെഡിയാക്കാം. അതുപോലെ തന്നെ നമ്മുടെ സമയം ലാഭിക്കാം എന്നുള്ളതും വേറൊരു പ്രത്യേകതയാണ് കേട്ടോ. സോ നമുക്ക് എന്തായാലും ടോപ്പിക്കിലേക്ക് പോവാം. ഒരു ഐഡിയ മാത്രമാണ്, ഞാൻ ജസ്റ്റ് എനിക്ക് പെട്ടെന്ന് തോന്നിയ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോസ്റ്റും കാര്യങ്ങളും റെഡിയാക്കാം. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണിത്. ഇത് ഞാൻ എങ്ങനെ ചെയ്തു എന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട്, ക്യാൻവ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നോർമലി നമ്മൾ മറ്റ് ആപ്സൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ ക്യാൻവ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോമിലോ ഏതാണോ നിങ്ങൾ ബ്രൗസ് ചെയ്തിട്ടും ക്യാൻവ യൂസ് ചെയ്യാം കേട്ടോ.
അതുപോലെ തന്നെ സൈനപ്പ് ചെയ്യുക. നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മെയിൽ ID കൊടുത്തിട്ടോ സൈനപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ മുന്നേ ഇതുപോലെ ChatGPTയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് എല്ലാ ആപ്സും ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ആ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യാം. ഇനി അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, മറ്റ് ബ്രൗസറിലൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് വേറൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ചെയ്തുതരാം. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഈ ഒരു ന്യൂ ഇയർ പോസ്റ്റ് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളത് നോക്കാം. നമ്മുടെ ഫോണിൽ ക്യാൻവയുടെ ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരുന്നത്. ഞാനിതുപോലെ മുന്നേ ഡിസൈൻസൊക്കെ ചെയ്ത കാരണം അതൊക്കെ നമുക്കിവിടെ റീസെൻറ്റ് ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടും പ്രൊജക്ട്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. സോ ഇതിൽ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. ആ സമയത്ത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ, പ്രിൻറ്റ് പ്രൊഡക്ട്സ്, ബിസിനസ്, എഡ്യൂക്കേഷൻസ് പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ന്യൂ ഇയർ അല്ലേ വേണ്ടേ, ന്യൂ ഇയറിന് സെർച്ച് ചെയ്യാം. ആ സമയത്ത് കണ്ടോ ന്യൂ ഇയർ ടെംപ്ലേറ്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്ത ടെംപ്ലേറ്റ് നോക്കട്ടെ, കാരണം സെയിം റിക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പോസ്റ്റ് ചെയ്ത് കാണിച്ചു തരായിരുന്നു. കണ്ടോ, ഇത്രയും ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഞാൻ ഫ്രീ വേർഷൻ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ന്യൂ ഇയർ വിത്ത് ഇമേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഫോട്ടോസ് യൂസ് ചെയ്തിട്ടുള്ളത് ടെംപ്ലേറ്റ്സ് കിട്ടും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഫോട്ടോ യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫൈൻഡ് ചെയ്യുക. അതല്ല ജസ്റ്റ് നിങ്ങൾക്ക് ഫോണ്ട് മാത്രം വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ന്യൂ ഇയർ വിത്ത് ഇമേജസ് എന്ന് പറഞ്ഞപ്പോൾ കണ്ടോ, ഇമേജസ് വെച്ച് ചെയ്യാനുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് പെട്ടെന്ന് തന്നെ വന്നു. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തെടുക്കണം, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മാറ്റി കൊടുത്താലും മതി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ജസ്റ്റ് സെർച്ചിൽ ജസ്റ്റ് ആ കീവേഡ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ അതനുസരിച്ച് വരും. സോ വന്നിട്ടുണ്ട്. ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ ഇമേജ് ഉണ്ടല്ലോ, ഈ ഇമേജിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ താഴെ റീപ്ലേസ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഗാലറി, അപ്ലോഡ് ഫോട്ടോസ് എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗാലറി സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ ഗാലറിയിലെ ഫോട്ടോസൊക്കെ വരും. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ റീസെൻ്റ്ലി ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഇമേജ് ആയിരുന്നു. ജസ്റ്റ് ആ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്യുക, അത്രയും വേണ്ടുള്ളൂ. അപ്പോൾ കണ്ടോ, കറക്റ്റ് അവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ദെൻ ഇതിലൊരു 2025 എന്ന് കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഐഡിയ യൂസ് ചെയ്തിട്ട് വേറെയും എന്തെങ്കിലും എഴുതണമെങ്കിൽ, ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കട്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ബാക്ക് ചെയ്തു. 2025. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഫോണ്ടിൻ്റെ കളറും കൂടെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നു. എന്നിട്ട് എനിക്കിതിങ്ങനെ വേർട്ടിക്കലിയാണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂടെ കുറയ്ക്കണം. അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ഓൾ കൊടുത്തിട്ട് അതാ ഫോണ്ട് സൈസ് നമുക്ക് ഈസി ആയിട്ട് കുറയ്ക്കാം. ഓക്കെ, ഏകദേശം ഈ ഒരു സൈസാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ ഏകദേശം ആ ഒരു ഡിസൈൻ പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ 2025 ഫോണ്ട് സൈസ് എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഏകദേശം ഈ ഒരു മോഡൽ തന്നെയാണ് ആ ഒരു പോസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് എങ്ങനെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഇവിടെ മുകളിൽ ഒരു താഴോട്ടുള്ളൊരു ആരോ മാർക്ക് ഉണ്ടോ, അതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നത്. അല്ലെങ്കിൽ അത് സേവ് ചെയ്യാനുള്ള നമ്മുടെ ഗാലറിക്ക് ഈസി ആയിട്ട്
അത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സേവ് ചെയ്യാം. കണ്ടോ? ഇനി ജസ്റ്റ് നമ്മൾ ഫോട്ടോ ഗാലറി എടുത്തു കഴിഞ്ഞാൽ കണ്ടോ? അപ്പോൾ പോസ്റ്റ് എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ആ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്ര സിമ്പിളായിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഒരു 5 മിനിറ്റ്സ് പോലും ഞാൻ എടുത്തിട്ടില്ല അല്ലേ? അപ്പോൾ നിങ്ങൾക്കും ഈസി ആയിട്ട് ക്യാൻവ യൂസ് ചെയ്തിട്ട് പോസ്റ്ററോ എന്ത് വേണമെങ്കിലും റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയോ, യൂസ്ഫുൾ ആയോ എന്നുള്ളത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ മറ്റ് വീഡിയോസ് ക്യാൻവ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊരു സിമ്പിളായിട്ടുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് AI ടൂൾസ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ബിഗിനേഴ്സിന്, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ തംബ്നെയിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തംബ്നെയിലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ക്യാൻവയിൽ ചെയ്യാം. അതുപോലെ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ക്യാൻവയിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്ന ഡേയ്സിൽ ചെയ്യാം. കാരണം നമ്മൾ എൻ്റെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്കറിയാം ഞാൻ മുന്നേ ChatGPTയുടെ ഒരു വീഡിയോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് എങ്ങനെ AI സിമ്പിളായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് കൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാൻവ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടൂളാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതുകൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത് വേറെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് എനിക്ക് ബാക്കി വീഡിയോസൊക്കെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ AIയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് അതൊരിക്കലും നിങ്ങൾ അറിയാതെ പോകരുത്. അപ്പോൾ അതും കൂടെ ഒരു ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇത്തരം വീഡിയോസ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇനി അങ്ങോട്ട് AIയുടെ ഒരു കാലഘട്ടമാണ്. AI ആയിരിക്കും ഇനി എല്ലാം നിയന്ത്രിക്കുന്നത്. സോ AI യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എസ്പെഷ്യലി ഇപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിന് നിങ്ങൾക്കറിയാം ഇതിൽ ഒരുപാട് വർക്ക് നമ്മൾ ഫോട്ടോഷോപ്പും അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്ററൊക്കെ യൂസ് ചെയ്യുന്നവർ ഒരുപാട് ടൈം എടുത്തിട്ടൊക്കെയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ കണ്ട ഈ ഒരു സിമ്പിളായിട്ടുള്ള പോസ്റ്റ്. അപ്പോൾ ഈ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ AI ടൂൾസ് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ AIനെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ടുവരാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അതും കൂടെ ചെയ്യാം കേട്ടോ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.